ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഫ്ലേവറുള്ള ഒരു ഡിഷുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് കുക്കിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ റെസിപ്പിയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ചിക്കൻ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ചിക്കൻ 1/2 കിലോ. ഇത് കറിക്ക് വേണ്ടിയിട്ടാണ് അരിയേണ്ടത്. അടുത്ത് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി, 2 ടൊമാറ്റോ വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് 2 ടേബിൾ സ്പൂണ്, വറ്റൽമുളക് 4 എണ്ണം, ഡേറ്റ്സ് 10 എണ്ണം, കാഷ്യൂ നട്ട് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, മല്ലിയില, കറി ലീവ്സ്, ബട്ടർ 50 ഗ്രാം. ഇനി പൊടികളാണ്: ഉപ്പ്, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, മഞ്ഞപ്പൊടി, സാദാ ചില്ലി പൗഡർ. ഇത്രയേ ഉള്ളൂ നമുക്ക് വേണ്ട സാധനങ്ങൾ. ആദ്യം നമുക്ക് ആ ടൊമാറ്റോ 2 മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അടുത്ത് ചെറിയ ഉള്ളി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ, 50 ഗ്രാമിൽ നിന്ന് കുറച്ച് കാഷ്യൂ എടുത്ത് നമുക്ക് കുതിർക്കാൻ വയ്ക്കണം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് എത്രത്തോളം നമ്മൾ മിക്സായി വെക്കുമോ അത്രത്തോളമാണ് ചിക്കന് നമുക്കൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് കൈകൊണ്ട് എല്ലാ പീസിലും കിട്ടത്തക്ക വണ്ണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പം നമ്മൾ 50 ഗ്രാം ബട്ടർ അതിനകത്തിട്ട് അതിനൊന്ന് മെൽട്ടാക്കി എടുക്കണം. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ചെറുതായിട്ട് കളർ ചേഞ്ച് ചെയ്യുമ്പം കഴുകി വെച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് ഒന്ന് ഇളക്കാം. ഇളക്കി കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ്സും കൂടെ ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഏതാണ്ട് ആയി കഴിഞ്ഞു. അവ ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ബട്ടറിൽ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിടുവാണേ. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നോക്കി വേണം ഇടാൻ. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിൽ 1 തണ്ട് കറി ലീവ്സും കൂടെ ഇട്ട് നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏതാണ്ട് കളർ ചേഞ്ച് വരും. ഉള്ളിയുടെയൊക്കെ കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ബ്രൗണിഷ് കളർ ആവണത് വരെ നമുക്കിത് വഴറ്റാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഏതാണ്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതാണ്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരിക്കൽ കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ 1/2 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാര്യം ചിക്കനിൽ നിന്നും വെള്ളം ഊർന്നിറങ്ങും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. കാര്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിലുള്ള വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. അപ്പം ചിക്കൻ അങ്ങനെ കറക്റ്റായിട്ട് വെന്ത് വരില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം.
ഇനി നമുക്ക് കഴുകി കുതിർക്കാനിട്ട കാഷ്യൂ നട്ട് മിക്സിയിൽ ഒഴിച്ച് അരച്ചെടുക്കാം. കണ്ട, കറക്റ്റായിട്ട് നല്ല മഷി പോലെ അരഞ്ഞിട്ടുകൊണ്ട് കുറച്ച് വെള്ളമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ചിക്കൻ ഒന്ന് ഇളക്കി നോക്കാം. ഏതാണ്ട് നന്നായിട്ടായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറി. നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും കാഷ്യൂ നട്ട് അരച്ചിടുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ. ഇനി ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും സ്വല്പം ഉപ്പ് കുറവാണ്. ഞാൻ അതുകൊണ്ട് കുറച്ചിട്ടു. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഉപ്പിടുക. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇതിലേക്ക് ഒഴിക്കാം. കാഷ്യൂ നട്ട് ഒഴിച്ച് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല തിക്കും അതുപോലെ ക്രീമിയുമായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്കിതിന് കിട്ടുന്നത്. ഒരു പ്രത്യേക സ്വാദാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഏതാണ്ടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നില്ലേ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ഒരു പ്രത്യേക മണമാണ്. കാരണം എന്തെന്നാ, ബട്ടറിലല്ലേ നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്. ഇത് ഫ്രൈ ചെയ്തതും കുക്ക് ചെയ്തതും എല്ലാം ബട്ടറിലാണ്. ബട്ടറും കാഷ്യൂ നട്ടിൻ്റെ ഗ്രേവിയും ചിക്കൻ്റെ ഗ്രേവിയും ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അവസാനം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിന് മുകളിലായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചിക്കൻ കറി ആയിക്കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാം. ഈ കറിക്ക് ചെറിയൊരു സ്വീറ്റ് ഫ്ലേവറാണേ. നിങ്ങൾക്ക് എരിവ് പ്രിഫർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.